ഹായ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസിന്റെ റീച്ച് താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ കണ്ടന്റുകൾ ഒരുപക്ഷെ ബെറ്റർ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം ചെയ്തതിനേക്കാളും ബെറ്റർ കണ്ടന്റും അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയും അല്ലെങ്കിൽ വീഡിയോസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ റീച്ച് താഴോട്ടായിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം റൺ ചെയ്യുന്നത് AI പ്ലാറ്റ്ഫോമിലാണ്. ഇതിൽ നമ്മൾ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. നമ്മൾ അതിൽ എപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 ചെയ്യാം. ഒരെണ്ണെങ്കിലും മിനിമം ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 60 ഡേയ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിൽ ആക്റ്റീവ് ആയിരിക്കാം. അതായത് കുറച്ച് ആളുകൾ കമന്റ് ചെയ്യുന്ന സമയത്ത് കമന്റിന് റിപ്ലൈ കൊടുക്കുക, അതുപോലെ തന്നെ ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏത് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ വരുന്ന കമന്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. കാരണം തുടക്കത്തിൽ നിങ്ങൾക്ക് അധികം കമന്റ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, എന്നാൽ കൂടി നിങ്ങൾ വരുന്ന കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കമന്റ് ചെയ്യാം. ഇപ്പോൾ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിൽ നമ്മൾ കമന്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ നോക്കുന്നത്, ഇപ്പോൾ ഫേസ്ബുക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ ആ ഒരു ചാനലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, റീച്ച് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 60 ഡേയ്സെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.